സാറേ, ഭാരതാംബയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കത്തിപ്പടർന്നു. ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇതിനെതിരെ ഒരു പെട്ടെന്ന് നടപടിയെടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിൻഡിക്കേറ്റ് യോഗം കൂടുന്നു. താൽക്കാലിക വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് അവരുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു. എന്നിട്ട് ഈ സസ്പെൻഷൻ റദ്ദാക്കിയെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ? അല്ല, അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് വെള്ളരിക്കാപട്ടണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം മുതലെടുക്കാം. ഒന്ന്, യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് ഉണ്ട്. സിൻഡിക്കേറ്റ്, അക്കാഡമിക് കൗൺസിൽ, ഫാക്കൽറ്റി, ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഇതൊക്കെ സിൻഡിക്കേറ്റിൻ്റെ അതോറിറ്റീസാണ്. ഈ അതോറിറ്റീസിലുള്ള അധികാരം കിട്ടുന്നത് യോഗം ചേരുമ്പോൾ മാത്രമാണ്. യോഗത്തിലിരിക്കുമ്പോഴാണ് അവർക്ക് അധികാരം. അത് യോഗം ചേരാത്ത സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളിൽ വൈസ് ചാൻസലർക്ക് തീരുമാനം എടുക്കേണ്ടി വരും. വൈസ് ചാൻസലർ ആ തീരുമാനങ്ങളെല്ലാം എടുക്കുകയും ചെയ്യും. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം സിൻഡിക്കേറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും റാറ്റിഫൈ ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഒരു ചോദ്യം വരാം, സിൻഡിക്കേറ്റ് റാറ്റിഫൈ ചെയ്തില്ലെങ്കിലോ? വി സി എടുത്ത ഒരു തീരുമാനം സിൻഡിക്കേറ്റ് റാറ്റിഫൈ ചെയ്യാതെ തള്ളിക്കഴിഞ്ഞാൽ അതിൽ തീരുമാനം എടുക്കേണ്ടത് പിന്നെ ചാൻസലറാണ്. അത് പിന്നെ നേരെ ചാൻസലർക്ക് അയച്ചു കൊടുക്കണം. ചാൻസലറാണ് പിന്നെ രണ്ട് കൂട്ടരെയും കേട്ടതിന് ശേഷം ഒരു ക്വാസി ജുഡീഷ്യൽ ഡിസിഷനാണ് ചാൻസലറുടേത്. രണ്ട് കൂട്ടരെയും കേട്ടതിന് ശേഷം അദ്ദേഹം തീരുമാനം എടുക്കും. ഇതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ പ്രകൃതത്തിലേക്ക് വരികയാണെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനായിട്ട് വി സിക്ക് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ആ സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയുമാണ്. സിൻഡിക്കേറ്റ് ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറയുകയും ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ശേഷം അത് ചർച്ച ചെയ്യുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം സിൻഡിക്കേറ്റിൻ്റെ അജണ്ടയിൽ എന്ത് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ അധികാരം വൈസ് ചാൻസലർക്കാണ്. കാരണം ഈ കാര്യം സിൻഡിക്കേറ്റിലേക്ക് ചർച്ച ചെയ്യേണ്ടതാണെന്ന് 3 കേന്ദ്രങ്ങളിൽ നിന്ന് വൈസ് ചാൻസലർക്ക് ഫയൽ വരും. 1 രജിസ്ട്രാർ, ഭരണപരമായ കാര്യങ്ങളിൽ; 2 കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, പരീക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ; 3 ഫൈനാൻസ് ഓഫീസർ, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇതിൽ വരുന്ന ഫയലുകളിൽ പലതും സിൻഡിക്കേറ്റിലേക്ക് വെക്കാൻ പറഞ്ഞ് ഇവർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിൻഡിക്കേറ്റിൽ വെക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ തീരുമാനമെടുക്കാത്ത ഒരു അജണ്ട ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇവിടെ വൈസ് ചാൻസലർ തീരുമാനം എടുത്തിട്ടില്ല, വൈസ് ചാൻസലർ ആ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പറയാവുന്ന കാര്യം അജണ്ടയ്ക്ക് പുറത്തുള്ള ഒരു ഇനമായിട്ട് ഇതിനെ ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വി സി സമ്മതിച്ചിരിക്കണം. വി സി എന്തായാലും സമ്മതിച്ചിട്ടില്ല. ഇവരെന്തൊക്കെ പറഞ്ഞാലും വി സി വിയോജിപ്പാണ് ഇതിനകത്ത് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ വി സിയുടെ വിയോജിപ്പുള്ളൊരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ ചാൻസലർ. അന്തിമ തീരുമാനം പിന്നെ ചാൻസലർക്ക്. അത് കഴിഞ്ഞാൽ ആ തീരുമാനത്തിനെതിരെ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. പക്ഷേ ഇതിൻ്റെ നടപടിക്രമം അതാണ്. അപ്പോൾ അതുകൊണ്ട് വൈസ് ചാൻസലറെ വി സി സസ്പെൻഡ് ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത് സർവകലാശാല നിയമവും ചട്ടങ്ങളും നിശ്ചയമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. സിൻഡിക്കേറ്റ് മെമ്പർക്ക് ഒരധികാരവും ഇല്ല. സിൻഡിക്കേറ്റ് മെമ്പർക്ക് അധികാരമുള്ളത് സിൻഡിക്കേറ്റ് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ്. ആ ചേർന്നതിൻ്റെ ഫലമായിട്ട് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം വി സി സമ്മതിച്ചിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഇന്ന കാര്യം പോയി പരിശോധിക്കൂ എന്ന് പറഞ്ഞ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഡെലിഗേറ്റഡ് പവേഴ്സുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. അല്ലാതെ വെറുതെ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ രാവിലെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ കുത്തിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വിശേഷിച്ച് ജോലിയൊന്നുമില്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ട് വരുന്നവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയും ഇവർ ക്യാബിനറ്റ് മന്ത്രിമാരുമാണ് എന്നുള്ളതാണ്. അതല്ല. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സ്വന്തമായി പോർട്ട്ഫോളിയോ ഉണ്ട്, വകുപ്പുണ്ട്, ഫയലുണ്ട്, അവർക്ക് തീരുമാനമെടുക്കാം. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സ്വന്തമായിട്ട് വകുപ്പുമില്ല, ഫയലുമില്ല, തീരുമാനവുമില്ല. സിൻഡിക്കേറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ വി സി കൊടുക്കുന്ന, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു തീരുമാനം മാത്രമേ സിൻഡിക്കേറ്റ് യോഗം അല്ലാത്ത സന്ദർഭത്തിൽ
ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് ചെയ്യാൻ കഴിയൂ. അപ്പം വി സിക്ക് മുന്നിൽ അധികാരമില്ലാത്തൊരു ബോഡിയാണോ സിൻഡിക്കേറ്റ്? അല്ല, യോഗം ചേരുമ്പോഴാണ് അധികാരം. അധികാരം സിൻഡിക്കേറ്റ് മെമ്പർമാർക്കല്ല കൊടുത്തിരിക്കുന്നത്, സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ സിൻഡിക്കേറ്റിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ അധികാരമല്ല. സിൻഡിക്കേറ്റിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ഒരു ബോഡിയായിട്ട് യോഗം ചേരുമ്പോഴാണ് അധികാരം കിട്ടുന്നത്. ആ സിൻഡിക്കേറ്റ് എല്ലാ ദിവസവും യോഗം ചേരില്ല. കാരണം എല്ലാ ദിവസവും ഇവർ രാവിലെ അവിടെ വന്ന് യോഗം ചേരേണ്ട ഒരു കാര്യവുമില്ല. വി സി യോഗം വിളിച്ചു കൂട്ടണം, എന്ത് അജണ്ട നിശ്ചയിക്കണം, എന്ന് യോഗം ചേരണം, ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വൈസ് ചാൻസലറാണ്. ഇവർക്ക് ഇഷ്ടമല്ലായിരിക്കും അത് വേറെ പ്രശ്നം. അല്ലെങ്കിൽ ഇവർ പറയുന്നത് മുഴുവൻ അപ്പാടെ കേൾക്കുന്ന ആളാകണമെന്നില്ല വൈസ് ചാൻസലർ. ഇവരുടെ തീരുമാനങ്ങൾ ഒന്നും ചെവിക്കൊള്ളാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ നിൽക്കണം. ആ സസ്പെൻഷൻ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഒരു വിഷയം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ അതിൽ സിൻഡിക്കേറ്റ് കൂടി എടുക്കുന്ന ഒരു തീരുമാനം സബ്ജുഡീസാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഈ വിഷയം സംബന്ധിച്ച ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനായിട്ട് നിയമപരമായിട്ട് ഒരു കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആ സസ്പെൻഷൻ നടപടി ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സസ്പെൻഷൻ നടപടിയിൽ കേസ് കേൾക്കാൻ തീരുമാനിച്ചു, സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നടപടിക്ക് ഹൈക്കോടതിയുടെ അപ്രൂവൽ ഉണ്ട് എന്നർത്ഥം. ഇനി അതില്ല എങ്കിൽ അത് സംബന്ധിച്ച വാദം നടന്നതിന് ശേഷം ഹൈക്കോടതി ഒരു വിധി വന്നാലേ പറ്റൂ. അപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ സിൻഡിക്കേറ്റ് സ്വമേധയാ യോഗം ചേർന്ന് വൈസ് ചാൻസലറുടെ അനുമതിയില്ലാതെ വൈസ് ചാൻസലറുടെ തീരുമാനത്തിന് വിരുദ്ധമായിക്കൊണ്ട് അവരൊരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ തോന്നിയാസമാണ് കാണിച്ചിരിക്കുന്നത്. അതിനുള്ള അധികാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ സിൻഡിക്കേറ്റ് ഈ പറയുന്ന സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് ഒരു നടപടി എടുത്തു എന്നാണ് വാർത്തകൾ വരുന്നത്. അല്ല, അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരള അസംബ്ലി ചില തീരുമാനങ്ങൾക്കെതിരെ ഇവിടെ പ്രമേയം പാസ്സാക്കൂല്ലേ? അതെ, കേന്ദ്രത്തിൻ്റെ ആ വില പോലും അതിനില്ല. അപ്പോൾ അത് നിലനിൽക്കില്ല. അതെങ്ങനെ നിലനിൽക്കാനായിട്ടാണെന്ന്? എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പോൾ ഇവർ പ്രഹസനമല്ലേ കാണിക്കുന്നത്? ഏത്? അല്ല, ചട്ടം വിത്തരം, തെമ്മാടിത്തം, അല്ലാതെ വേറൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് പറയണ്. എന്നിട്ട് പറഞ്ഞ് ഇപ്പം ഞാൻ ഈ ചാനലിൽ എഴുതി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതിർന്ന അംഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന നടപടിക്രമമുണ്ട്. എന്താ നടപടിക്രമം എന്നറിയാമോ? വൈസ് ചാൻസലർ യോഗം വിളിച്ചിരിക്കണം. വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിൽ വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ യോഗം പോസ്റ്റ്പോൺ ചെയ്യാം, അല്ലെങ്കിൽ മാറ്റിവെക്കാം. പക്ഷേ വൈസ് ചാൻസലറുടെ സമ്മതത്തോടു കൂടി ആ യോഗം നടക്കുമ്പോൾ മുതിർന്ന അംഗം ഒരിതില്ല, ഒരംഗത്തിൻ്റെ നേതൃത്വത്തിൽ ആ യോഗം ചേരാം. എന്നിട്ട് ആ മിനിറ്റ്സ് വൈസ് ചാൻസലർക്ക് കൊടുക്കണം. വൈസ് ചാൻസലർ ഒപ്പിട്ടാലേ മിനിറ്റ്സ് നിയമമാകൂ, അല്ലെങ്കിൽ ഉത്തരവാകില്ല. അല്ലാതെ ഒരു അംഗം അവിടെ കയറിയിട്ട് വരൂ എല്ലാവരും വരൂ ഇരിക്കൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പല സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള യാതൊരു വിവേകവുമില്ലാത്ത ശുദ്ധ തെമ്മാടിത്തം മാത്രം കാണിക്കുന്ന, ഹുങ്ക് കാണിക്കുന്ന പലരും ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പർമാരായിട്ടിരിക്കുന്നുണ്ട്. അവരുടെ ദുർഭരണമാണ് ഈ നടക്കുന്നത്. അതിനെ ശക്തമായിട്ട് എതിർക്കുക. കാരണം നിയമം വേണ്ടേ? ഇതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ. ശരി, ഇതിനകത്ത് എന്താണ്? വൈസ് ചാൻസലർ എടുത്ത തീരുമാനം തെറ്റ്. ആ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി തീരുമാനിക്കട്ടെ. ഒരു കാര്യത്തിൽ കോടതി പോയി കഴിഞ്ഞാൽ അതേ കാര്യത്തിൽ സമാന്തരമായി മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ് ചെയ്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ സർവകലാശാലകളുടെ ഈ തരത്തിൽ നശിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇവരിൽ പലരും സർവകലാശാലകളിൽ പോയിട്ട് രാവിലെ തുടങ്ങി അവിടെ ഇവർക്ക് ഇരിക്കാൻ ഒരു മുറി കൊടുത്തിട്ടുണ്ട്. ആ മുറിയിൽ ഇരുന്നു കൊണ്ട് ഭരണം ആരംഭിക്കുകയാണ്. ഇവർക്ക് ഇരിക്കാൻ ഒരു മുറി കൊടുക്കും.
അത് യോഗത്തിന് വരുമ്പോൾ ഇരിക്കാൻ കൊടുക്കുന്ന മുറിയാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് അവിടെ വന്ന് ഇവരങ്ങനെയല്ല. ഇവർ വേറെ വിശേഷിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം രാവിലെ കുളിച്ച് കുറി ഇട്ടിട്ട് ഈ പറ്റുമെങ്കിൽ ഏത് രജിസ്ട്രാറെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് സർവകലാശാലയുടെ വണ്ടി അയച്ചു കൊടുത്തിട്ട് ആ വണ്ടിക്ക് അവിടെ വന്നിരുന്നിട്ട് ടി എഴുതിയെടുക്കും. ഇതാണ് ഇവർ ചെയ്യുന്ന കാര്യം. എന്നിട്ട് അവിടെ പോയിട്ട് ജീവനക്കാരെ വിളിച്ച് ഭരിക്കുക, കുട്ടികളെ വിളിച്ച് ഭരിക്കുക, എന്നിട്ട് വൈസ് ചാൻസലർക്കെതിരെ ചാരവൃത്തി നടത്തിക്കൊണ്ടിരിക്കുക, വൈസ് ചാൻസലർക്കെതിരെ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ സർവകലാശാലകൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ഒരു കാര്യം അറിയാമോ? 45,000 സീറ്റ്, ഞാൻ 30,000 എന്നാണ് കരുതിയിരുന്നത്, തെറ്റാണ്. 45,000 സീറ്റിൽ കുട്ടികൾ പ്രവേശനത്തിനില്ല കേരളത്തിൽ. 45,000 വലിയ സംഖ്യ. 45,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ എല്ലായിടത്തുമായിട്ട്. അതിൽ സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് ഈ 4 സ്ഥലത്തുമായിട്ടാണ് കിടക്കുന്നത്. ഈ സർക്കാർ എയ്ഡഡ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഇവരിങ്ങനെ ഭരിച്ച് എത്തിച്ചാണ്. 45,000 ഡിവൈഡഡ് ബൈ 30 എത്രയാണ്? എത്ര വരും? എത്ര അധ്യാപകരാണ് എക്സസ് ആയിട്ടിരിക്കുന്നത്? ഈ ഒരു പണിയെടുക്കാൻ ഒരു പണിയും ഇല്ലാത്ത ഈ അധ്യാപകർക്ക് 45,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13,000 വരും അല്ലേ? 13,000 വരും. 13,000-ഓളം വരും. ആ 13,000-ഓളം വരുന്ന അധ്യാപകർക്ക് ഇപ്പം കേരളത്തിൽ ഒരു പണിയുമില്ല. ഒരു പണിയുമില്ലാതെ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. UGC നിരക്കിൽ അല്ലാത്ത നിരക്കിലൊക്കെ ആയിട്ട് ശമ്പളം മേടിച്ച് വെറുതെ ഇരിക്കുകയാണ്. എന്താ കാര്യം വെച്ചാൽ കുട്ടികളില്ല. പക്ഷേ ഇത് ചർച്ചയാകാനോ ഇതൊരു മാധ്യമങ്ങളിൽ വരാനോ ഇവരാരും സമ്മതിക്കാറില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ എയ്ഡഡ് മേഖലയിൽ നിന്നൊക്കെ അധ്യാപകരെ പിരിച്ചുവിടേണ്ടി വരും. അപ്പം നമ്മുടെ എയ്ഡഡ് മേഖല എന്ന് പറഞ്ഞാൽ സോഷ്യലിസം നടപ്പിലാകുന്നൊരു സ്ഥലമാണ്. നിയമവാഴ്ചയും സോഷ്യലിസവും ജനാധിപത്യവും മതേതരത്വവും ഒരുമിച്ച് നടപ്പിലാകുന്നൊരു സ്ഥലമാണ് എയ്ഡഡ് കോളേജ്. കാരണം 1 കോടി മേടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു അധ്യാപകനെ നിയമിക്കുന്നത്. ഒരു അധ്യാപകൻ്റെ റേറ്റ്, UGC അധ്യാപകൻ്റെ റേറ്റ് ഇപ്പോൾ 1 കോടിയാണ്. ഈ ചാനലുകളിൽ വന്നിരുന്ന് വിപ്ലവം പറയുന്നവരില്ലേ, സോഷ്യലിസം പറയുന്നവർ, മതേതരത്വം പറയുന്നവർ, ഇക്വാലിറ്റി ബിഫോർ ലോ എന്നൊക്കെ പറഞ്ഞ് അലറുന്ന കുറേ പേരുണ്ടല്ലോ. ഞാൻ പേര് പറയാത്തത് എൻ്റെ ഔദാര്യം കൊണ്ടാണെന്ന് മാത്രം അവർ ധരിച്ചാൽ മതി. അവരെല്ലാം ഈ കാശ് വാങ്ങിയിട്ട് നിയമനം നടത്തി കാശ് വാങ്ങിക്കുന്നവരാണ്. ഇവരേത് നിയമവാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്? ഏത് നിയമവാഴ്ചയെക്കുറിച്ചാണ്? നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയും നിയമവാഴ്ചയും വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നുണ്ടെങ്കിൽ അവർ ചെയർമാനായിട്ടുള്ള കോളേജിൽ ആളുകളെ വെക്കുന്ന സമയത്ത് 1 കോടി രൂപ ബ്ലാക്ക് മണിയായി മേടിച്ചുകൊണ്ട് ആളെ വെക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? ഒരു നിയമവുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ വന്നാണ് ഇപ്പോൾ ഈ 45,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്. അതാക്കിയെടുത്തതിന് ഈ പറഞ്ഞ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വഴിവിട്ട പോക്കിന് വലിയ സ്വാധീനമുണ്ട്. ഇവരാണ് പലപ്പോഴും കുട്ടികളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് സർവകലാശാലകളിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവരാണ് അനധ്യാപകരോട് VC പറയുന്ന അനുസരിക്കണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇവരാണ് നിങ്ങളുടെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും പറയൂ, ഞങ്ങൾ സിൻഡിക്കേറ്റിൽ വെച്ച് പാസ്സാക്കി തരാം എന്ന് പറഞ്ഞ് അവരെ സ്വാധീനിക്കുന്നത്. അതിൻ്റെ ഫലമാണിത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പിന്നെ രജിസ്ട്രാർ ചെയ്തതും വൃത്തികേടാണ്. സസ്പെൻഡ് ചെയ്തു. അതിന് പിന്നെ നിയമപരമായിട്ടുള്ള മാർഗം നോക്കണം. അല്ലാതെ കുറച്ച് SFIക്കാരെയും കൂട്ടിയിട്ട് ഞാൻ എപ്പോഴും രജിസ്ട്രാറാണെന്ന് പറഞ്ഞ് ചെന്നത് മണ്ടത്തരം കൊണ്ടാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ചെറ്റത്തരമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു രജിസ്ട്രാറല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ദൈവമേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.